അല്പസമയത്തിനകം കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് പ്രഖ്യാപിക്കും. AICC ആസ്ഥാനത്ത് പഴയ അക്ബർ റോഡിലുള്ള AICCയുടെ ഓഫീസിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന്, നിയമസഭാ കക്ഷി നേതാവ് ആരാണെന്ന് പ്രഖ്യാപിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളുമായിട്ട് AICC ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയോടും VD സതീശനോടും AICC സംസാരിച്ചിട്ടുണ്ടോ ഈ വാർത്താ സമ്മേളനത്തിന് തൊട്ടു മുൻപ്? അതോ കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാവിനെ പോലെ, ഏതെങ്കിലും ഒരു പ്രവർത്തകനെ പോലെ 12 മണിക്ക് തീരുമാനം വാർത്താ സമ്മേളനത്തിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ മാത്രം അവരും അറിഞ്ഞാൽ മതി എന്ന നിലയെടുക്കാൻ സാധ്യതയില്ലല്ലോ. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയും VD സതീശനെയും 12 മണിക്ക് മുൻപ് രാഹുൽ ഗാന്ധി വിളിക്കുക എന്ന കാര്യം നടക്കേണ്ടതാണ്. അത് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയേണ്ട പ്രധാന സംഗതി. അങ്ങനെയെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും? രമേശ് ചെന്നിത്തല ഇപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിൽ തുടരുകയാണ്. VD സതീശൻ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലായിരിക്കണം. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയോ എന്നറിയില്ല. കുടുംബാംഗങ്ങളും ഒന്നിച്ചാണ്, അദ്ദേഹത്തിന്റെ മകളെയും ഒപ്പം സഹോദരന്റെ മകളെയും ഒപ്പം കൂട്ടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുന്നത്. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ തുടരുകയാണ്. ഈ രണ്ട് പേരെയും ഒരു കമ്മ്യൂണിക്കേഷൻ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ടോ? 12 മണിക്ക് വാർത്താ സമ്മേളനത്തിന് മുൻപ് നടത്തേണ്ടതാണല്ലോ. ഒപ്പം പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കളുമായിട്ടും ഒരുപക്ഷെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം സംസാരിച്ചേക്കും. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളെയോ അല്ലെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടിയോ ഒക്കെ വിളിക്കേണ്ടതാണ്, PJ ജോസഫിനെ വിളിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ വിവരങ്ങളാണ് ഇപ്പോൾ ഇനി അറിയേണ്ടതുള്ളത്. സുനിൽ ഐസക്കിലേക്ക് വീണ്ടും. സുനിൽ, രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ കേരളത്തിലുണ്ട്, അവരോട് 12 മണിക്ക് മുമ്പ് സംസാരിക്കേണ്ടതുണ്ടല്ലോ. അങ്ങനെ സംസാരിച്ചോ? അങ്ങനെ വിവരങ്ങളുണ്ടോ? നിഷാദ്, നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് രമേശ് ചെന്നിത്തലയുമായും VD സതീശനുമായും കേന്ദ്ര നേതൃത്വം സംസാരിച്ചു, രാഹുൽ ഗാന്ധി സംസാരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അവിടെ രമേശ് ചെന്നിത്തലയുടെ വീടിന് മുമ്പിൽ സിജോ വി ജോൺ ഉണ്ട്. സിജോ നൽകുന്ന വിവരമനുസരിച്ചാണെങ്കിൽ രമേശ് ചെന്നിത്തലയോട് രാഹുൽ ഗാന്ധി ഫോണിൽ സംസാരിച്ചു, വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്ന വിവരമാണ് സിജോ നമുക്ക് അവിടെ നിന്ന് നൽകുന്നത്. മാത്രമല്ല VD സതീശൻ യാത്രയിലാണ്, അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായി വളരെ ബന്ധമുള്ള ആളുകളുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും ഒപ്പം ലീഗ് നേതാക്കളെ, പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടിയെ, സാദിഖ് അലി തങ്ങളെയും രാഹുൽ ഗാന്ധി ഫോണിൽ വിളിച്ചിരിക്കുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ നമുക്കിവിടെ KPCC ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. ചില പ്രധാനപ്പെട്ട നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ലീഗുമായി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അവർ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതായത് ആരാണ് മുഖ്യമന്ത്രി എന്ന വിവരം കൃത്യമായി ഈ 3 നേതാക്കളെയും പ്രത്യേകിച്ച് ഘടകകക്ഷി നേതാക്കളെയും അറിയിച്ചു എന്ന വിവരമാണ് നമുക്ക് ഇവിടുന്ന് കൈമാറാനുള്ളത്. ആ വിവരം എന്താണെന്ന് മാത്രമാണ് നമുക്ക് ഇനി അറിയാനുള്ളത്. മുസ്ലിം ലീഗ് നേതാക്കളെയും ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ VD സതീശനെയും രമേശ് ചെന്നിത്തലയും രാഹുൽ ഗാന്ധി നേരിട്ട് വിളിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ആരാണെന്ന വിവരം കൈമാറിയിരിക്കുന്നു. ആ വിവരം എന്തായാലും നിയമസഭാ ഈ വാർത്താ സമ്മേളനം 12 മണിക്കുണ്ട്. അതിനു മുമ്പ് പരമാവധി പുറത്തു പോവേണ്ടതില്ല അത് ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വിവരം അല്പസമയത്തിനുള്ളിൽ പുറത്തു വരും. ആരാണ് എന്ന കാര്യം അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടേക്ക് KPCC ആസ്ഥാനത്തേക്ക് നേതാക്കൾ